നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാനുള്ളത് കേരളീയരെല്ലാം മറന്ന ഒരു കാര്യമാണ്. ചാലക്കുടിയുടെ പൊന്മണിമുത്ത്, നമ്മുടെ പ്രിയ കലാഭവൻ ചേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 10-12 വർഷം ഇങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. കലാഭവൻ ചേട്ടൻ എന്താണ് സംഭവിച്ചത് എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് മരിച്ചത്? ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും നമ്മളിൽ ഒരാളായി മാറിയ ചാലക്കുടിയുടെ സ്വന്തം മണിച്ചേട്ടൻ. എത്ര സങ്കടം ഉണ്ടായാലും എത്ര സന്തോഷം ഉണ്ടായാലും ചാലക്കുടിക്കാരുടെ വീട്ടുമുറ്റത്തുള്ള ഒരു മനുഷ്യനായിരുന്നു കലാഭവൻ മണി. ഏതൊരാവശ്യത്തിനും ഓടിയെത്തുന്ന സാധാരണക്കാരൻ്റെ പൊന്മണിമുത്ത്. ആ തൂവൽ അടർന്നു പോയിട്ട്, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഈ ഭൂമി വിട്ടു പോയിട്ട് വർഷങ്ങൾ ഇട്ടിരിക്കുകയാണ്. അവസാനമായി ആ മനുഷ്യനെ പറ്റിയുള്ള റിപ്പോർട്ട് കിട്ടിയത് ഏകദേശം CBI സഹിതം അന്വേഷിച്ച ഈ കേസിൽ എന്താണ് ഒരു തുമ്പുമില്ലാതെ ആ കേസ് എവിടെ എത്തി എന്ന് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അറിയുവാൻ താല്പര്യമുണ്ട്. കാരണം ജനങ്ങളുടെ, അല്ലെങ്കിൽ ചാലക്കുടിക്കാരുടെ, അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ തന്നെ പുത്രനായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. എല്ലാ കാര്യത്തിലും ഓടി നടക്കുകയും എല്ലാവരോടും ഒരു പരിവവുമില്ലാതെ, പരാതിയില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എല്ലാ വർഷവും മരിച്ച ആ സമയമാകുമ്പോൾ എല്ലാവരും സ്റ്റോറി ഇട്ട് പിന്നെയും കലാഭവൻ മണിച്ചേട്ടന് കണ്ണീരിൽ പൊതിഞ്ഞ ആദരാഞ്ജലികൾ, അല്ലെ ഓർമ്മപുഷ്പമേ നീ ഇനിയും വിടരും എന്നുള്ള സ്റ്റാറ്റസ് അല്ലാതെ വേറൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. നമ്മളിൽ ഓരോരുത്തരും മണിച്ചേട്ടനെ എത്രത്തോളം സ്നേഹിച്ചു, അല്ലെങ്കിൽ ഹൃദയത്തിൽ എന്തോരം സ്ഥാനമുണ്ട് എന്ന് എത്ര വർഷം കഴിഞ്ഞാലും മറക്കാത്ത ഓർമ്മയായി നിൽക്കുന്ന മണിച്ചേട്ടൻ്റെ മരണം എങ്ങനെയാണ് എന്ന് അറിയുവാനുള്ള ഒരു സാധാരണക്കാരൻ്റെ അവകാശം, അല്ലെങ്കിൽ കേരളത്തിലെ ജനത്തിൻ്റെ അവകാശമാണ് ഞാനിവിടെ തുറന്നു കാണിക്കുന്നത്. മണിച്ചേട്ടൻ വളരെ പെട്ടെന്ന് തന്നെയാണ് ആശുപത്രിയിലാവുന്നതും വളരെ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. കരൾ രോഗം മൂർജിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ ചെതലിനടിക്കുന്ന മരുന്ന് മേടിച്ചതായി സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഉള്ളിൽ ചെന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം എന്തുകൊണ്ടാണ് വഴിമുട്ടി നിൽക്കുന്നത്? കൂടെ നിന്നവർ ചതിച്ചതാണോ, അതോ കൂടെയുള്ളവർ ഒറ്റിയതാണോ എന്താണെന്നൊന്നും അറിയില്ല. അവസാനമായി ചാലക്കുടിക്കാരൻ ചങ്ങാതി സിനിമ മാത്രമാണ് ഇറങ്ങിയത്. സിനിമ ഇറങ്ങിയപ്പോൾ സംവിധായകൻ വിനയനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചുവെന്ന് കേട്ടു. പക്ഷെ അതിന് പിന്നെ ഒരു തുമ്പില്ല. ഇങ്ങനെ ഓരോ കേസുകളും തുമ്പില്ലാതെ പോവുകയാണ്. എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താനാണ് നമ്മൾ പ്രതീക്ഷയോടെ നിയമപാലകരെ നമ്മുടെ സേവനം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സഹായം ആവശ്യപ്പെടുന്നത്. അവർ പോലും ഇങ്ങനെ വീഴ്ച നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് കലാഭവൻ മണിയുടെ മരണത്തിലെ ഇപ്പോഴും ഉള്ള ദുരൂഹത. അത് നീക്കുക തന്നെ വേണം. മരിച്ചതാണെങ്കിലും കൊന്നതാണെങ്കിലും ആരാണെന്ന് ഓരോ പൗരനും അറിയാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു അംഗമായിരുന്നു കലാഭവൻ മണി എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ വീട്ടിലെ ഒരു മണിയായിരുന്നു. എല്ലാവരും ഏതൊരു സങ്കടഘട്ടത്തിലും എടുത്തു കാണാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ തന്നിട്ട് പോയ മനുഷ്യനാണ് ശ്രീ കലാഭവൻ മണി. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള, യഥാർത്ഥ നീതി പുലർത്തുകയാണെങ്കിൽ ഇനിയാണെങ്കിലും ആ കേസിൻ്റെ അന്വേഷണം എവിടെ വഴിമുട്ടി നിൽക്കുന്നോ അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുകയും ഇപ്പോൾ ഓർമ്മയായി മാറിയ മണിച്ചേട്ടൻ എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം. ആ മനുഷ്യൻ എത്രത്തോളം ഓരോ ആൾക്കാരെ സഹായിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം വലിയ മനസ്സിനുടമയായിരുന്നു എന്ന് മരിച്ച അന്ന് ചാലക്കുടി കണ്ടതാണ്. ഗതാഗതം പോലും ബ്ലോക്കായ സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഒരു സിനിമാക്കാരി പോലും കലാഭവൻ മണിയുടെ കാര്യം ഇപ്പോൾ പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? അവർക്കും കലാഭവൻ മണിയെ വേണ്ടെന്നായി. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ നമ്മളെ ചിരിപ്പിച്ച മനുഷ്യനാണ്. മോഹൻലാലാട്ടെ, മമ്മൂട്ടിയാട്ടെ, സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പം മന്ത്രി കൂടിയാണ്. ഇവരാരും കലാഭവൻ മണിയുടെ എവിടെ കേസ് മുട്ടി നിൽക്കുന്നു അതിൻ്റെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. അതാണ് എനിക്കറിയാത്ത ഏറ്റവും വലിയ ഒരു സത്യം. എന്താണ് സംഭവിച്ചത് എന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തോ, ഇതൊന്നും ജനങ്ങൾക്ക് അറിയില്ല. ആകെപ്പാടെ അറിയാവുന്ന ഒന്ന്, ആ മനുഷ്യൻ ഇപ്പോഴും അവിടെ ഓർമ്മയിൽ സൂക്ഷിച്ച ചില കാര്യങ്ങൾ മാത്രമാണ്. വീട്ടുകാർ പോലും അന്വേഷിക്കുന്നില്ല ഇപ്പോൾ എന്താണ് സംഭവിച്ചത്. അതിൻ്റെ ഒരു ന്യൂസ് ഇപ്പോൾ വരുന്നില്ല. അല്ലെങ്കിൽ ജനങ്ങൾ ഇതുവരെ അറിയാത്ത, ഒരു മായാത്ത, ഒരു എന്താണെന്നൊരു ചോദ്യം ചിഹ്നം ഇപ്പോഴും അവശേഷിച്ച് കിടക്കുന്ന ഒരു കേസായി മാറി കലാഭവൻ മണിയുടെ. നിയമവ്യവസ്ഥിതിയെ തന്നെ താളം തെറ്റിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്താണ് കലാഭവൻ മണിക്ക് സംഭവിച്ചത്? അതറിയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഇനി കൊന്നവരെല്ലാം സർക്കാരിൻ്റെ കൂട്ടുകാരാണോ എന്നൊരു ചോദ്യം കൂടി വരികയാണ്. കാരണം സംരക്ഷിക്കുകയാണോ സർക്കാർ?
പല സർക്കാരുകൾ വന്നു, LDF വന്നു, UDF വന്നു. LDFിൻ്റെ പറഞ്ഞു തുറക്കുന്നുണ്ട്, അവസാന നിമിഷത്തോടടുത്തപ്പം കലാഭവൻ മണി പറഞ്ഞതാണ്, എൻ്റെ എല്ലാ വീട്ടിലെയും TVകളിൽ LDF വിജയിച്ച ന്യൂസ് കാണണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്ന LDF പോലും പിന്തള്ളി കളഞ്ഞു കലാഭവൻ മണിയെ. അപ്പം ജനങ്ങൾക്കറിയേണ്ടത് എങ്ങനെയാണ് കലാഭവൻ മണിയുടെ മരണം, അല്ലെങ്കിൽ എന്താണ് കാരണം. അതോ ഇനി ഒരുപാട് ലക്ഷങ്ങളുടെയും കോടികളുടെയും ബിനാമി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് അവസാനം കുറേ ന്യൂസുകൾ വന്നിരുന്നു. അപ്പം ആ ന്യൂസാണോ, അല്ലെ ബിനാമി ഇടപാടിൽ പെട്ടുപോയതാണോ, അല്ലെങ്കിൽ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമ പോലെയാണോ നമ്മുടെ പ്രിയ കലാഭവൻ മണി മരിച്ചത് എന്നറിയുവാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ജനങ്ങളുടെ അവകാശം തന്നെയാണ്. അതുകൊണ്ട് അതിനൊരു മറുപടി ഇപ്പോൾ ഭരണഘടന തന്നെയാണ് നൽകേണ്ടത്. നൽകുമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ സബ് ചെയ്യാത്തവരെല്ലാം സബ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളിലേക്ക് ഈ ന്യൂസ് എത്തിക്കുന്നു.